നിങ്ങളുടെ കുട്ടി പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ലഞ്ച് ബോക്സ് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഉച്ച കഴിഞ്ഞ് കുട്ടികൾ ആഹാരം കഴിച്ചിട്ട് പല കുട്ടികളും എന്തായിരിക്കും, പിരീഡ് തുടങ്ങേണ്ട അതിനു മുമ്പ് ഉറങ്ങി വീഴാൻ തുടങ്ങും. പക്ഷേ ചില കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടിരിക്കും. ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ലഞ്ച് ബോക്സ് തന്നെയാണ്. കുട്ടികൾക്ക് വയറ് കുത്തി നിറച്ച് കൊടുത്തുവിടും ലഞ്ച്. അവരത് മൊത്തം കഴിക്കും. കൂടാതെ പേരൻസ് എന്ത് ചെയ്യും? ടീച്ചറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും, മക്കളൊന്നും കഴിക്കുന്നില്ല, ഫുഡ് മൊത്തം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണേ. ഇങ്ങനെ ചില പേരൻസും ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യുന്നത്? അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ കുട്ടിയുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുട്ടികളുടെ തലച്ചോറ് ഒരു യന്ത്രം പോലാണല്ലേ. അത് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും അതിന് ശരിയായ ഇന്ധനം ആവശ്യമാണ്. കാറിന് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ തന്നെ അടിച്ചു കൊടുക്കണം. ഡീസൽ അടിച്ചാൽ എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യില്ലല്ലേ. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് എന്തായിരിക്കണം? നമ്മളൊരു പ്രധാന ഭക്ഷണം നൽകിയിരിക്കണം. അതെന്താകാം? പ്രധാന ഭക്ഷണമായിട്ട് നമ്മൾ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, പിന്നെ ദോശ, ഇഡലി, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു പ്രധാന ഭക്ഷണമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. രണ്ടാമത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട, പയറുവർഗ്ഗങ്ങൾ, പിന്നെ അതിൽ കടല വരാം, പയർ വരാം, അങ്ങനെയുള്ള സാധനങ്ങൾ, പനീർ, പിന്നെന്ത് ഉൾപ്പെടുത്താം? മീൻ കൊടുക്കാം. വേണമെങ്കിൽ മീൻ പറ്റുമെങ്കിൽ മീൻ കൊടുക്കാം. പിന്നെ ചിക്കൻ ഉൾപ്പെടുത്താം. ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കുഞ്ഞിൻ്റെ ഫുഡിൽ ഉച്ചയ്ക്ക് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പച്ചക്കറി മസ്റ്റായിട്ട് അവരുടെ ആഹാരത്തിൽ ഉണ്ടായിരിക്കണം. ഒരു നിറത്തിലുള്ളതെങ്കിൽ, ഞാൻ 3 നിറ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കാണുക. അപ്പോൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പിന്നെ ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുക. പഴം, അതായത് ഒരു ഏത്തയ്ക്കയോ ഒരു വാഴപ്പഴം അല്ലെങ്കിൽ ഒരു ആപ്പിള് അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് നിറങ്ങളുടെ വൈവിധ്യമായിരിക്കണം കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സ്. അവർക്ക് തുറക്കുമ്പോൾ അത് കഴിക്കാനെങ്കിലും തോന്നണം. ഒരു 3-4 നിറമുള്ള ഭക്ഷണം അവരുടെ പാത്രത്തിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന വലിയ മിസ്റ്റേക്കാണ് കുത്തി നിറയ്ക്കുക എന്നുള്ളത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ശരിയായ അളവിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടിയുടെ പ്രായത്തിനും വിശപ്പിനും അനുസരിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്കൂളിലാകുമ്പോൾ കുറച്ചുകൂടി കഴിക്കുമെന്ന് വിചാരിച്ച് അധികം നിറയ്ക്കാതിരിക്കുക. ശുചിത്വം പാലിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുട്ടിയുടെ ലഞ്ച് ബോക്സ്, അതെല്ലാ പേരൻസും ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. വൃത്തിയുള്ള ലഞ്ച് ബോക്സ് ആയിരിക്കണം, നീറ്റായിട്ട് കുട്ടിക്ക് കൊടുത്തു വിടുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടിയുടെ ഇഷ്ടവും പോഷകമൂല്യവും ബാലൻസ് ചെയ്ത് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ആരോഗ്യകരമായ രീതിയിൽ കുട്ടിക്ക് ആവശ്യമുള്ള ഫുഡ് തയ്യാറാക്കി കൊടുക്കുക. അതായത് ഒരു ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം അതിനകത്ത്? ഒരു എനർജി ഫുഡ്, പിന്നെ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു പഴം കൊടുത്തിരിക്കണം. ഓക്കെ. അപ്പോൾ കുട്ടിയുടെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്, അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ ഓൾ.